പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് പരീക്ഷ എഴുതുവാനും കർത്താവ് കൃപ നൽകി. പുതിയൊരു ക്ലാസ്സിലേക്ക് കർത്താവ് പ്രവേശിക്കുവാനും കർത്താവ് കൃപ നൽകിയല്ലോ. നമുക്ക് ഇന്ന് പൊതുവായ ഒരു ചില ക്ലാസ്സുകൾ പഠിക്കാം. നല്ലൊരു നാളെ ദർശിക്കുക എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് കുറച്ച് സമയം മാത്രം നമുക്ക് ദൈവത്തിനെ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം വായിക്കാമോ? യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാമോ? 11-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. നിങ്ങൾ ആ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളത് കാണാതെ പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. 11-ാമത്തെ വാക്യം. നിങ്ങളെ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കായിട്ടല്ല, നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ നോക്കുക, അപ്പോൾ വാക്യം നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് തന്നെ ആ വാക്യം പഠിക്കണം. എന്താണെന്ന് വാക്യം പഠിക്കുന്നത്? വീട്ടിൽ പോയി ചെന്നിട്ട് ഈ വാക്യം നിങ്ങൾ എവിടെ എഴുതി വെക്കണം? പേപ്പറിനകത്ത് സ്കെച്ച് പെന്നിൽ ഒരു A4 സൈസ് പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾ റൂമിൽ എഴുതി വെക്കണം. മനസ്സിലാകുന്നുണ്ടോ? അമൽ മനസ്സിലാകുന്നുണ്ടോ? ഡോക്സയ്ക്കോ ഡോറയ്ക്കോ അതിനൊക്കെ മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലായോ? എങ്ങനെയാണ് ഈ പേപ്പർ ഈ ഒരു പേപ്പറിനകത്ത് A4 സൈസ് പേപ്പറിനകത്ത് സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് എന്താണ് ഓരോ ലൈനും വിവിധ തരത്തിലുള്ള സ്കെച്ച് പേന വെച്ച് നിങ്ങൾ എഴുതി അത് നിങ്ങളെ പഠന മുറിയിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ എന്താ നമ്മളെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം എന്താണ് ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കായില്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവ അരുളപ്പാട്. അപ്പോൾ ഇത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ എന്താണ്? അത് ഭാവിയെപ്പറ്റിയുള്ള നിരൂപണങ്ങൾ, നമ്മളെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ആർക്കറിയാം? ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം നമ്മളെക്കുറിച്ചുള്ള നിരൂപണം. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെപ്പറ്റിയുള്ള എന്താണ് നിരൂപണങ്ങളും എന്താ മാത്രമല്ല ശുഭഭാവിയെ പറ്റിയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ പദ്ധതിയിലുണ്ട്. അപ്പോൾ ഈ നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കാം. നോക്കുക, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടുമ്പോൾ പിന്നിട്ട വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ ഓടിയെത്തും അല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ പുറകിൽ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നടന്ന ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മുമ്പിലേക്ക് ഓടി വരും അല്ലേ? ആ പരാജയങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? എവിടെയാണ് ബുദ്ധിമോശം സംഭവിച്ചത്? എവിടെയാണ് അത് എന്താണ് ആ മാർക്ക് കുറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒരുപാട് ഓർമ്മകൾ കടന്നു വരികയല്ലേ അല്ലേ? കഴിഞ്ഞ വർഷത്തെ ഓർമ്മക്ക് ഒരുപാട് ഓർമ്മയില്ലേ? ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. അപ്പോൾ നോക്കുക, അവയൊന്നും തരംതിരിച്ച് കാണരുത്. മാത്രമല്ല തരംതിരിച്ച് കാണാതെ എന്തുകൊണ്ടും അത് ഉചിതമാണ്. അപ്പം നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കാനും തരംതിരിച്ച് കാണുവാനും ഇടയാക്കാതെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളെന്താണ് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അപ്പം നോക്കുക, അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളെ ഓർത്തെന്താണ് നമ്മൾ തൃപ്തി അടയുന്നവരും ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യരുത്. അപ്പം എന്താണ് നല്ല പ്രവൃത്തികളെ ഞാൻ ചെയ്തുള്ളൂ. നല്ല പ്രവൃത്തികളെ ഓർത്ത് എന്താണ് നമ്മൾ എന്ത് ചെയ്യരുത്? തൃപ്തി അടങ്ങുന്നവരാകരുത് അല്ലേ? എനിക്ക് 43 മാർക്ക് കിട്ടി, എനിക്ക് 50 മാർക്ക് കിട്ടി, എനിക്ക് 70 മാർക്ക് കിട്ടി, എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തൃപ്തിപ്പെടുന്നവരാകരുത്. പിന്നെന്താണ്? മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവരും ആകരുത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം, എനിക്കത് കുറച്ചുകൂടെ പഠിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കിട്ടിയാനുമായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്താണ് നല്ലൊരു ക്രമീകരണത്തിനൊക്കെ പോകാമായിരുന്നു എന്നൊക്കെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് അല്ലേ? അപ്പം കഴിഞ്ഞ നാളുകളിൽ നടന്ന നമുക്കെന്താ പ്രവൃത്തികളെ ഓർത്ത് മാത്രം നല്ല രീതിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ അത് തൃപ്തി അടയരുത്. പിന്നെന്താണ് പരാജയപ്പെട്ട കാര്യം ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യരുത് അല്ലേ?
അപ്പം അതിന് പറയുകയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് എന്തെല്ലാം ചിന്തിച്ചാലും ഇനി അതൊരു പ്രയോജനമില്ല. അപ്പോൾ കഴിഞ്ഞ നാളിൽ സംഭവിച്ചു, കഴിഞ്ഞു പോയി അല്ലേ, കഴിഞ്ഞു പോയി. ഇനി കഴിഞ്ഞു പോയ കാര്യങ്ങളോട് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവരെ? ഉണ്ടോ? അത് കഴിഞ്ഞു പോയി, നമ്മൾ ഇനി അത് മുമ്പോട്ട് കടന്നു വരത്തില്ല. അപ്പം നാളെ ഇപ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത മണിക്കൂറിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ആ പരാജയങ്ങളെ ഓർത്തുകൊണ്ട് അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വിധത്തിലുള്ള ക്രമീകരണങ്ങളും മാത്രമല്ല എന്താണ് അതുപോലെ രീതിയിൽ പ്രവർത്തിക്കുകയും നമ്മൾ ചെയ്യണം. എന്നെങ്കിൽ മാത്രം എന്താണ് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. അപ്പോൾ തിരിച്ചറിവുകൾ ഒരു വ്യക്തിയുടെ ജീവിത വളർച്ചയ്ക്ക് വളരെ ആവശ്യമാണ്. തിരിച്ചറിവുകൾ എന്താണ് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് എന്താണ് വളരെ അത്യാവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ എന്താണ് തിരിച്ചറിവ്? തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിവ്? എന്താ തിരിച്ചറിവ് എന്ന് പറയുന്നതാ? അപ്പോൾ അത് എങ്ങനെയാണ് ആ തിരിച്ചറിവുകൾ എന്താണ് നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക്, നമ്മൾ മുമ്പോട്ടുള്ള ഗമനത്തിന് എന്താണ് വളർച്ചയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അത് വളരെ അത്യാവശ്യമാണ് അല്ലേ, ആവശ്യമാണ് അല്ലേ. പ്രത്യേകിച്ച് നാളെയുടെ ഉത്തമ പൗരനാകേണ്ട വിദ്യാർത്ഥികൾക്ക് അവിടെ വളർച്ചയിൽ ഈ തിരിച്ചറിവ് ഉയരത്തിലേക്ക് നയിക്കും. അപ്പോൾ നോക്കിയേ, നാളെ നിങ്ങൾ പുതിയൊരു എന്താണ് നാളത്തെ പൗരന്മാരായിരിക്കും നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഈ തിരിച്ചറിവ് എന്താണ് ഉയർച്ചയ്ക്ക് എന്താണ് ഉയർച്ചയിലേക്ക് നയിക്കുവാനുള്ള ഒരു എന്താണ് ഒരു പടിയായിട്ട് നമുക്കത് കാണുവാൻ കഴിയും. അപ്പം നിങ്ങളിൽ അനിവാര്യമായിരിക്കേണ്ട തിരിച്ചറിവുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യങ്ങൾ? ഒന്ന്, നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്തെന്താണ് നിങ്ങൾ ദുഃഖിക്കരുത്. എന്താ പറഞ്ഞത്? നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്തെന്താണ് ദുഃഖിക്കരുത്. ഏത് വ്യക്തിയും അന്നത്ര ഉന്നതിയിലും ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചപ്പം ഉന്നത നിലവാരത്തിൽ എത്തിച്ചേർന്ന ഒരുപാട് പേര് നമ്മൾ കാണുവാൻ കഴിയും അല്ലേ. തത്വചിന്തകന്മാരുണ്ട്, അതുപോലെ തന്നെ എന്താണ് പ്രാസംഗികരുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഉന്നത മാത്രമല്ല സയൻറ്റിസ്റ്റുകളുണ്ട്. അങ്ങനെ ഉന്നത നിലവാരത്തിൽ എത്തിച്ചേർന്നവരുടെ ജീവിതത്തിലൊക്കെ എന്താണ് ഒരുപാട് ജീവിതത്തിൽ എന്താണ് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരെന്താണ് അതൊന്നും ഓർത്തെന്താണ് ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. ആരും ഉണ്ടോ? എനിക്കത് നഷ്ടപ്പെട്ടു പോയി, എനിക്കത് പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഓടിപ്പോയി എന്താണ് അവർ ജീവൻ അവസാനിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും അവർ ആ നഷ്ടങ്ങളെ ലാഭമാക്കിക്കൊണ്ട് എന്താണ് അവർ എങ്ങനെയെങ്കിലും അത് തൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നോക്കിയേ, മാത്രമല്ല പുതിയ ഊർജം. അപ്പോൾ ഈ നഷ്ടങ്ങളൊക്കെ എന്താണ് അവർക്കൊരു ഊർജമായി വരുന്നത്. ഊർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ശക്തി അല്ലേ. നഷ്ടപ്പെട്ടു, എന്നാൽ ആ നഷ്ടങ്ങളെയൊക്കെ ഓർത്ത് ചിന്തിച്ച് മനസ്സിൽ ടെൻഷൻ അടിക്കാതെ എന്താണ് നമ്മളൊക്കെ എന്തോരം ഒരു പ്രയാസം നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ചിന്തിച്ച് മാർക്ക് കുറഞ്ഞല്ലോ എന്ന് ഓർത്ത് ചിന്തിച്ച് പ്രയാസപ്പെട്ട് ചോറും കഴിക്കാതെ ആഹാരം കഴിക്കാതെ ആരോടും മിണ്ടാതെ നമ്മൾ നടക്കത്തില്ലേ. എന്നാൽ അങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല. എന്നാൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് പോകണമെങ്കിൽ നഷ്ടങ്ങൾ എന്താണ് നമുക്കൊരു ഊർജ്ജമായി മാറി അല്ലെ. ഊർജ്ജമായി മാറി അപ്പോൾ മുൻപോട്ട് പോയെങ്കിൽ മാത്രം എന്താണ് നമ്മൾ ദർശിക്കുന്ന നല്ലൊരു നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അവർക്ക് സംഭവിച്ച പിഴവുകളെ കണ്ടെത്തി അവ പരിഹരിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ നോക്കിയാൽ അവർക്ക് എന്താണ് പിഴവ്, എവിടെയാണ് പിഴവുകൾ സംഭവിച്ചത്, എങ്ങനെയാണ് പിഴവുകൾ സംഭവിച്ചത്? അപ്പോൾ ആ പിഴവുകളെ കണ്ടെത്തിയിട്ട് എന്താണ് അവർ ചെയ്തത്? അത് പരിഹരിക്കുകയാണ്. അപ്പം ആ പിഴവുകളെ കണ്ടെത്തി പരിഹരിക്കാതെ അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? പരാജയം സംഭവിക്കും അല്ലേ. പരാജയം സംഭവിക്കും, പിന്നെന്താണ് നഷ്ടം സംഭവിക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും, നിരാശ വരും അല്ലേ, വലിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാതെ പിഴവുകളെ കണ്ടെത്തിയിട്ട് എന്താ ചെയ്യേണ്ടത്? അത് പരിഹരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. നഷ്ടം ഒരുവനെ ദുഃഖത്തിൻ്റെ കയത്തിലേക്ക് താഴ്ത്തിക്കളയുക. അപ്പോൾ ദുഃഖം എന്താണ്? ഒരുത്തനെ വലിയൊരു കയത്തിലേക്ക് താഴ്ത്തുന്ന അനുഭവം. എന്താണ് ഒരു ദുഃഖം എന്ന് പറയുന്നത്? ഒരു മനുഷ്യൻ്റെ വലിയ കയം എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കുഴി, വെള്ളം നിറഞ്ഞ ആ കുഴിയിലേക്ക് താഴുന്ന അനുഭവമാണ് ദുഃഖം എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ പ്രത്യുത കണ്ണുനീർ തുടച്ച് മുഖം കഴുകി പുത്തൻ ഉണർവോടെ മുമ്പിലുള്ള പ്രവൃത്തി ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കണ്ണുനീർ തുടച്ചിട്ട് അല്ലേ, ഒരു തുണിയെടുത്ത് കണ്ണുനീർ തുടച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. ഞാൻ തോറ്റല്ലോ, എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർത്ത് കരഞ്ഞിരിക്കാതെ എന്താ ചെയ്യണം? ആ കണ്ണുനീർ അങ്ങനെ നല്ലൊരു ടവൽ കൊണ്ട് തുടച്ചിട്ട് അല്ലേ, തുടച്ച്
മുഖം കഴുകി എഴുന്നേറ്റ് ഊർജ്ജത്തോടെ എന്താണ് മുമ്പിലുള്ള പ്രവൃത്തിയെ ചെയ്യുക. മനസ്സിലായി? അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആ കണ്ണുനീര് എന്താണ് നല്ലൊരു ടവൽ കൊണ്ട് മുഖം കഴുകിയിട്ട് തുടച്ചിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? ആ പുതിയ പ്രവൃത്തി ചെയ്യണം. എന്താ? പഴയ മറന്ന് കളഞ്ഞിട്ട് പുതിയൊരു പ്രവൃത്തി ചെയ്യുക. അപ്പോൾ എന്താണ്? നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് എന്ത് ചെയ്യരുത്? നിങ്ങൾ ദുഃഖിക്കരുത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്താണ്? എനിക്ക് മാത്രം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുക. അപ്പോൾ എനിക്ക് മാത്രം, അമലിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ? ഡോറയ്ക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അമ്മുവിന് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഡോക്ടർക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അത് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയണം അല്ലേ? അമലിനിപ്പം 10ാം ക്ലാസ് ജയിക്കണമെങ്കിൽ പാസ്റ്റർ പരീക്ഷ എഴുതാൻ പറ്റുമോ? ആരാ പരീക്ഷ എഴുതണ്ടേ? ആര്? ഞാനെന്ന് പറഞ്ഞാൽ ആരാ? അമൽ എഴുതണം അല്ലേ? അപ്പം നിനക്ക് ചെയ്യേണ്ട കാര്യം നീ തന്നെ ചെയ്തെങ്കിൽ മാത്രം എന്താണ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരെ ആശ്രയിക്കരുത്. അപ്പം എന്താണ്? ആരെ ആശ്രയിക്കരുത്? നമ്മുടെ വാക്യം എന്തായിരുന്നു? നമ്മൾ ആരിൽ ആശ്രയിക്കണം എന്ന് പറഞ്ഞത്? ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു വാക്കുള്ളത് വായിക്കും. ഇരമ്യാവ് 17:7 എന്ന് വായിച്ചേ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 വേഗത്തിൽ വായിച്ചേ. യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ. അപ്പൊ ആരാ ഭാഗ്യവാൻ? 25 കോടി ലോട്ടറി അടിക്കുന്നവനാണ് ഭാഗ്യ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യനാണ് ആര്? ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ആരിൽ ആശ്രയിക്കുന്നതാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. നോക്കിയേ. അപ്പോൾ എന്ത് ചെയ്യണം? ലോകത്ത് എല്ലാവർക്കും ചെയ്യുവാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കും. അപ്പോൾ ലോകത്തിൽ എന്താണ് ചെയ്യാൻ കഴിയാത്ത, ലോകത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എനിക്കുണ്ടെന്ന് ആര് മനസ്സിലാക്കണം? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലേ? ലോകത്തിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റും. അത് ആർക്ക് മനസ്സിലാക്കണം? ഓരോ വ്യക്തി ജീവിതങ്ങളത് മനസ്സിലാക്കണം. പിന്നെ ഞാൻ ആരുമല്ല, എനിക്ക് ഒന്നിനും കഴിവില്ല എന്ന പരിതാപകരമായ നിലവാരത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്. എന്താണ്? ഞാൻ ഒന്നുമല്ല, എനിക്ക് ഒന്നിനും കഴിവില്ല നിങ്ങൾ ചിന്തിക്കരുത്. അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ ഒന്നുമല്ല എന്നും എനിക്ക് കഴിവില്ലെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് എന്താ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പറയുകയാണ്, എന്നാൽ പ്രിയ കൂട്ടുകാരെ, മറ്റാരിലും ഇല്ലാത്ത ചില പ്രത്യേക കഴിവുകൾ നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ മറ്റ് കുട്ടികളില്ലാത്ത കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അമൽ എന്ന കഴിവുള്ളത്? പടം വരയ്ക്കാൻ കഴിവുണ്ടോ? ഈ കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. ലോറായിക്കോ? മറ്റാർക്കും ഇല്ലാത്ത കഴിവുണ്ടോ? കഴിവുണ്ടോ? എന്നാ? അമ്മുവിനോ എന്നാ സ്കില്ലുള്ള? എന്താ കഴിവുള്ളേ? പഠിക്കാൻ കഴിവുണ്ട്. ഡോറയ്ക്ക് എന്താ കഴിവുണ്ട്? ഡോക്സയ്ക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്. അപ്പം ഈ 4 പേർക്ക് വിവിധ തരത്തിലുള്ള കഴിവുകളുള്ളത് അല്ലേ? ആണോ? അപ്പോൾ ആ കഴിവ് നിങ്ങൾ എന്താണ് ഉണ്ടെന്ന് നിങ്ങളത് ഒന്നാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ കഴിവ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കഴിവിന് പ്രാധാന്യം കൊടുക്കണം. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ആ കഴിവിന് പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ പടം വരയ്ക്കാൻ കഴിവുണ്ട്. ഇന്ന് പടം വരയ്ക്കാൻ, ഇപ്പോൾ നാളെ ഒരു വിഷയത്തിൽ അവർ പടം വരയ്ക്കാൻ വേണ്ടി സ്കൂളിൽ അനുവാദം തരിക. ഇവിടെ നിന്ന് പടം വരച്ച പരിപാടി നടക്കുമോ? നേരത്തെ ഒരു പടം വരച്ച് പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ? പഠിക്കണം. അപ്പം പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ഇപ്പോൾ പ്രസംഗ വിഷയം ഇപ്പം തരുമ്പോൾ ഇന്നല്ല പ്രസംഗ വിഷയം പഠിക്കേണ്ടത്. എന്ത് ചെയ്യണം? അത് ഓരോ വിഷയം പ്രസംഗിച്ച് പഠിക്കണം. പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നാളെ പരീക്ഷയോട് ഇന്ന് കുത്തിയിരുന്ന് കാണാപ്പഴം പേടിച്ച് ഉറക്കളച്ച് ഉറങ്ങി സ്കൂളിൽ പോയി എഴുതി ഉറങ്ങി പഠിക്കുന്നതല്ല. എന്താണ്? അന്നത്തെ പോർഷൻസൊക്കെ അന്ന് പഠിച്ച് മനസ്സിലാക്കി ബൈഹാർട്ടാക്കി പഠിക്കണം. പാടാൻ കഴിവുണ്ട്. എന്ത് ചെയ്യണം? നാളെ പ്രോഗ്രാം പോയി ഇന്ന് കുത്തിയിരുന്ന് യൂട്യൂബിനടുത്ത് കണ്ട് പാട്ട് എഴുതി ഒരു കാര്യം നമുക്ക് പറ്റത്തില്ല. എന്ത് ചെയ്യണം? ആ തിരിച്ചറിവ് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അത് മനോഹരമായി വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ കഴിവ് നിങ്ങൾക്കുള്ള അലസതയായിട്ടിരിക്കാതെ
എന്താണ് അലസതയില്ല, എന്താണ് മടിയന്മാരായിട്ടിരിക്കാതെ അത് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉത്സാഹരായിരിക്കണം. പിന്നെ പറയുകയാണ് ഈ സത്യത്തെ കൂട്ടുപിടിച്ച് വേണം എന്താണ് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് മുന്നേറുക. അപ്പോൾ ഈ സത്യത്തെ എന്താണ് മനസ്സിലാക്കി കൂട്ടുപിടിക്കണം. ആരെ കൂട്ടുപിടിക്കണം? ഉഴപ്പന്മാരെ കൂട്ടുപിടിക്കുക. ഈ സത്യം എനിക്കുണ്ട്, എനിക്ക് കഴിവുണ്ട്. ആ കഴിവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പ്രതിസന്ധികൾ എങ്ങനെ മുന്നോട്ട് പോകണം? ഏത് കൂട്ടിനെ പിടിക്കണം? ഈ കഴിവിനെ കൂട്ടിനെ പിടിച്ചിട്ട് നമ്മൾ മുൻപോട്ട് പോകണം, ജീവിതയാത്ര മുൻപോട്ട് പോകണം അല്ലേ? എനിക്ക് മാത്രം ഈ കാര്യം ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിയുക. അതെ, നിങ്ങൾക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയും, മറ്റാർക്കും കഴിയില്ല എന്ന ധൈര്യത്തോടെ നിങ്ങൾ പ്രവർത്തിക്കണം. എന്താണ് മറ്റാർക്ക് പറ്റത്, എനിക്ക് മാത്രം പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് ബെസ്റ്റ് സ്റ്റെപ്പ് മുൻപോട്ട് വെച്ച് പോവുകയാണ്. എന്താണ് നല്ലൊരു നാളെ നമുക്ക് ദർശിക്കാൻ കഴിയുക. അപ്പം അടുത്തെന്താണ്? മൂന്നാമത് പറയുകയാണ് ദൈവത്തിൽ ആശ്രയിക്കും. നമ്മൾ പറഞ്ഞില്ലേ എന്താ? ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ഈ കഴിവിലൂടെ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. കൂട്ടുകാരെ, നമുക്കുള്ളതെല്ലാം കഴിവുണ്ടായാലും സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പം നമുക്ക് കഴിവുണ്ട്, എല്ലാ ക്രമീകരണം നമുക്കുള്ള, എന്നാൽ സർവശക്തനായ ദൈവത്തിന് എന്താണ്? ദൈവത്തിൻ്റെ സഹായം നമുക്കില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ശൂന്യമായി പോകും അല്ലേ? നമുക്ക് കഴിവുണ്ട്, ഈ കഴിവൊക്കെ ആരാ തരേണ്ടത്? ദൈവം തരേണ്ടതാണ് അല്ലേ? അപ്പോൾ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കും. നിങ്ങൾ എന്താണ് പ്രത്യാശിക്കുന്ന ശുഭമായി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായല്ല നന്മയ്ക്കത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ വചനത്തിൽ പറഞ്ഞതുപോലെ എന്താണ്? ദൈവം നമ്മളെക്കുറിച്ചുള്ള നല്ല ശുഭഭാവിയെപ്പറ്റി കർത്താവ് ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭാവിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം അല്ല? നമ്മളെന്താ വായിച്ചത്? യഹോവ തന്നെ. ആ വാക്കൊന്ന് വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ എന്താണ്? ഭാഗ്യവാനാണ്. എന്താണ്? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യനാണ് എന്താണ്? അങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ ആരാണ്? ആ മനുഷ്യനാണ് ഭാഗ്യവാൻ അല്ലേ? അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, മറ്റാരും ആശ്രയിക്കാതെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ജീവിതത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ ഇതുവരെയും കാണാത്ത നല്ലൊരു നാളെ പ്രതീക്ഷിക്കുക. വൻകാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ ഉണ്ട് അല്ലേ? അപ്പം വലിയൊരു കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യാനുണ്ട്. മറക്കരുത്, ധൈര്യത്തോടെ നല്ലൊരു നാളേക്കായി പ്രവർത്തിക്കുക, തുടങ്ങുക. അപ്പോൾ എന്താ ചെയ്യണം? നല്ലൊരു നാളേക്ക് വേണ്ടി എങ്ങനെ ചെയ്യണം? പ്രാർത്ഥനയോടെ മുന്നേറണം അല്ലേ? ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറണം. അപ്പോൾ ഈ അടുത്ത പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ? ഒരുപാട് മാർക്ക് ലഭിക്കാനുണ്ട്, ഒരുപാട് തരത്തിലേക്ക് ഉയരുവാനുണ്ട്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മളെ എന്താണ് അനുഗ്രഹിക്കുവാൻ ശക്തനായ ദൈവമാണ്. വചനത്തെ നമ്മളിങ്ങനെ വായിക്കും, ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ ദൈവത്തോട് യാചിച്ചു കഴിഞ്ഞാൽ ദൈവം എന്താണ്? നമുക്ക് ജ്ഞാനത്തെ തരും. ജ്ഞാനത്തെ തരും, ബുദ്ധി തരും. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അടുത്ത ദിവസങ്ങളൊക്കെ പഠിക്കുവാൻ നിങ്ങൾ ബുക്ക് എടുക്കുമ്പോൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക, ഒരു ബൈബിൾ വചനം വായിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നേറുമ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കുകയും നല്ല ബുദ്ധിയുള്ളവരായി ദൈവം നമ്മളെ മാറ്റുകയും ചെയ്യും. കർത്താവ് നമ്മൾ ഈ വചനത്തിലൂടെ, ഈ ക്ലാസ്സിലൂടെ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.